അപ്പോൾ 17,000 രൂപ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ള ഒരു പ്രോ വെർഷനാണ് പെർപ്ലസിറ്റി പ്രോ ആണ് ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ആക്ടിവേറ്റ് ആയത്. പെർപ്ലസിറ്റി AI പ്രോ നമുക്ക് എയർടെൽ കണക്ഷൻ ഉണ്ടെങ്കിൽ കിട്ടും എന്നാണല്ലോ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഞാനിന്ന് പുതിയ ഒരു എയർടെൽ സിം എടുത്തിട്ടുണ്ട്. നമുക്ക് പെർപ്ലസിറ്റി പ്രോ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയ സിം എടുത്തത് ശരിക്കും പറഞ്ഞാൽ ചിലർ സംശയം കാരണമാണ്. അതായത് പഴയ സിമ്മിലുള്ളവർക്ക് കിട്ടുള്ളൂ, പുതിയ കണക്ഷനുള്ളവർക്ക് കിട്ടില്ല എന്നുള്ളത് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊന്നുമല്ല, ശരിക്കും ഏത് എയർടെൽ കണക്ഷനുള്ളവർക്കും അത് ഈ ഓഫർ കിട്ടും, ഇത് ക്ലെയിം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല എൻ്റെ കയ്യിൽ എയർടെൽ സിമ്മില്ലായിരുന്നു സത്യത്തിൽ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇതിനകത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓണായി. ഇനി നമുക്ക് ഇതിൻ്റെ നെറ്റ്വർക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം സിം ഇട്ടാൽ വരുന്ന മെസ്സേജുകളാണ് അതൊക്കെ, കൺഫർമേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ പ്ലേ, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് 2 കാര്യം ഡൗൺലോഡ് ചെയ്യണം. ആദ്യം വേണ്ടത് ഇതാണ്, എയർടെൽ താങ്ക്സ് ഡൗൺലോഡ് ചെയ്യണം. എയർടെൽ താങ്ക്സ് എന്നുള്ളത് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ പ്ലേ സ്റ്റോർ ആൻഡ്രോയിഡിലും മറ്റും ഡൗൺലോഡ് ചെയ്യാം. നമുക്കിതുപോലെ നമ്മളെ നമ്പർ കൊടുത്തിട്ട് നമ്മൾ ആ എയർടെൽ താങ്ക്സ് വർക്ക് ചെയ്യുക, അതായത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ ആ ആപ്പിനകത്താണ് നമുക്ക് ഈ ഓഫർ ക്ലെയിം ചെയ്തെടുക്കാനുള്ളത്, പെർപ്ലസിറ്റി പ്രോ ആക്ടിവേറ്റ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അലോ കൊടുത്ത് ആപ്ലിക്കേഷന് എയർടെൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും മറ്റതും നമ്മൾ ആപ്ലിക്കേഷൻ അലോ കൊടുത്ത് ഓക്കെ ആക്കുക. അപ്പോൾ ഇവിടെ ഈ 3 ലൈൻസ് കാണുന്നതിൽ നമ്മൾ ഡ്രോപ്പ് ഡൗൺ വരുന്ന ഈ ലിസ്റ്റിൽ നമുക്ക് കാണാം ഓഫർ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ലിസ്റ്റ് താഴോട്ട് വയ്ക്കിയാൽ അതെ, റിവാർഡ്സ് ആൻഡ് OTTs എന്നുള്ളതിൽ നമുക്ക് കാണാം ക്ലെയിം OTT ആൻഡ് മോർ എന്നുള്ളത്. അതിനകത്താണ് നമുക്ക് ഈ ഓഫർ വരുന്നത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആയാൽ കാണാം, അതാ പെർപ്ലസിറ്റി പ്രോ ഫ്രീ എന്നുള്ള നമ്മളതിൻ്റെ ഓഫർ വേണം. ക്ലെയിം നൗവിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ പെർപ്ലസിറ്റി പ്രോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ 12 മന്ത്സിനുള്ള അൺക്ലെയിംഡ് ഓഫറാണ്. അപ്പോൾ 17,000 രൂപയുടെ ഒരു ഓഫറാണ്, 1 ഇയറിനുള്ള ഒരു ഓഫറാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇൻസ്റ്റാളേഷൻ ആവുന്നുണ്ട്. നമ്മൾ ഇമെയിൽ ID വെച്ചിട്ട്, അതായത് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് നമ്മളെ ഇമെയിൽ ID നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഇതിലിപ്പോൾ ഒരൊറ്റ ഇമെയിൽ ID ഉള്ളൂ. നിങ്ങളതിൽ ഏതാണോ നിങ്ങൾക്ക് ഇമെയിൽ ID കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതുവഴിയാണ് നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം കോമൺ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ. ഒന്നുമില്ല, ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാം എന്തോ സംശയമുള്ളവർക്ക് ജസ്റ്റ് ഈ വീഡിയോ കണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ആൻഡ്രോയിഡ് ആപ്പ് എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആൻഡ്രോയിഡ് ആപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് വീണ്ടും ഡയറക്റ്റ് ആവും. അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതേപോലെ റിപ്പീറ്റ്. ഓക്കെ, അപ്പോൾ ഡൺ. നമ്മൾ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതിലും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ സെയിം ID തന്നെ അതിൽ കൊടുത്ത് അതേ ഇമെയിൽ ID തന്നെ കണക്ട് ചെയ്യാം, എന്നാൽ കൂടുതൽ നന്നായിരിക്കും. മറ്റു പിന്നീട് വരുന്ന കോംപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കാം. അപ്പോൾ സൈനിങ് ഇൻ. അപ്പോൾ അത് നമ്മുടെ പെർപ്ലസിറ്റി പ്രോ വെർഷൻ 17,000 rupees പെർ ഇയറുള്ള ഒരു വെർഷനാണ് ഇപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രീ ആയിട്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്, ഫ്രീ വെർഷനിലല്ലാതെ പ്രോ വെർഷനിൽ കിട്ടുന്നതാണ് നമുക്ക് ഇതിനകത്ത്. അതായത് ശരിക്കും പറഞ്ഞാൽ ലാബ്, റിസർച്ച്, അങ്ങനെ കൂടുതൽ ഓപ്ഷൻസിന്, അതായത് കൂടുതൽ നമ്പർ ഓഫ് സെർച്ചസ് നമുക്ക് അവൈലബിൾ ആണ് പ്രോ വെർഷനിൽ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ആവശ്യം വരുന്നതിനനുസരിച്ചിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ സെലക്ഷനോ ആക്ടിവേഷനോ ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക അത് കണ്ടു. പിന്നെ നമ്മൾ ആസ്ക് എനിത്തിങ്. അപ്പോൾ ഞാനിവിടെ ചോദിക്കാൻ പോകുന്നത് അതായത് നമ്മളതിലൊരു ബോർഡുണ്ട്, അതായത് ആർഡിനോ R4 ആണ്. അപ്പോൾ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം, എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ അതിന് ഇപ്പോൾ പ്രീമിയം വെർഷനിൽ, അതായത് പ്രോ വെർഷനിൽ വരുന്ന ഡീറ്റെയിൽസാണ്. ജസ്റ്റ് കോമൺ സെർച്ച് ഓപ്ഷൻ, നമ്മൾ പെർപ്ലസിറ്റി പ്രോയുടെ സെർച്ച് ഓപ്ഷൻ, അത് പ്രോയിൽ സെർച്ച് ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു ഡാറ്റയാണ് ഇപ്പോൾ ഈ കാണുന്ന ഡീറ്റെയിൽസ്.
ഇനി ഇതിനകത്ത് നമുക്ക് റിസർച്ച് എന്നും ലാബ് എന്നും കാണാം. അപ്പോൾ ലാബ് എന്നുള്ളത് നമുക്ക് കൂടിയ കുറച്ച് വർക്ക് ചെയ്യാൻ, അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ നമുക്ക് റിസർച്ച് എന്നുള്ളതിൽ കൊടുത്താൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പം നമ്മൾക്ക് ഇത് കിട്ടുന്നത് റിസർച്ച് ഓപ്ഷനിലാണ്, കണ്ടോ. അപ്പോൾ റിസർച്ച് ഡാറ്റ നേരത്തെ കാണിച്ച സെർച്ച് ഡാറ്റ എന്നുള്ള വ്യത്യാസം ഒന്ന് നോക്കിയേ. ഇത്ര വലിയ വ്യത്യാസം നമുക്ക് റിസർച്ചിൻ്റെ ഡാറ്റ കണ്ടു നോക്കിയേ, വലിയ വ്യത്യാസമാണ് ഇപ്പോൾ എയർടെലിൻ്റെ ഈ ഫ്രീ ആയിട്ട് ആക്ടിവേറ്റ് ആയിട്ടുള്ള പ്രോ വെർഷനിലുള്ളത്. അപ്പോൾ ഇനി ഇത് രണ്ടും തമ്മിലുള്ള അറിയോ പ്രോ വെർഷൻ എന്ന് ഞാൻ രണ്ടിനോടും ചോദിച്ചു. അപ്പോൾ പ്രോയിലും ഫ്രീയിലും വരുന്ന ഉത്തരവ് നോക്കൂ. ഒന്നിൽ ഐ എം നോട്ട് എ പ്രോ എന്ന് അത് തന്നെ പറയുന്നു, ഒന്നിൽ യെസ് സിൻസ് യു ആർ സബ്സ്ക്രൈബ് ഇത് പ്രോ വെർഷൻ ആണ് എന്ന് അത് കൺഫേം ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ തന്നിട്ടുണ്ട്. മറ്റേതിൽ കൂടുതലൊന്നുമില്ല. പെർപ്ലക്സിറ്റി പ്രോ കിട്ടിയ സ്ഥിതിക്ക് കുറച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള നമുക്ക് എന്താ പറയുക ലാബ് ഉപയോഗിച്ചും നമുക്ക് റിസർച്ച് ടാബ് ഉപയോഗിച്ചൊക്കെ നമുക്ക് കൂടുതൽ സാധാരണ ഫ്രീ തരുന്നതിനെക്കാളും കൂടുതൽ ഇൻഫോർമേറ്റീവ്, കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ ഡാറ്റ നമുക്ക് കിട്ടും. അപ്പോൾ പ്രോ ഇപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇത് എത്ര കാലാവധി ഉണ്ട് എന്നുള്ളതനുസരിച്ചാൽ അത്രയും സമയത്തിനുള്ളിൽ മാക്സിമം നമുക്ക് ഇനീഷ്യലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം ചെയ്തു വെക്കുക. എന്നാൽ പിന്നെ ബാക്കി പിന്നീട് വലിയ റിസ്ക് ഇല്ല. കാരണം നമുക്ക് അത്രയും ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അത് തുടർന്ന് പോകാൻ പറ്റുന്നവർക്ക് പേയ്മെൻറ്റ് നടത്തി തുടർന്ന് പോകാൻ കുഴപ്പമൊന്നുമില്ല. 2000 രൂപയുടെ താഴെയുള്ളൂ മന്ത്ലി. 2000 രൂപ കൊടുക്കണം നമുക്ക് ചാറ്റ് ജിപിടിക്ക്. ജെമിനായിക്ക് 2000 രൂപ സംതിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതായിരിക്കും ലാഭം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ നമുക്ക് റോബോട്ടിക്സും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള AI ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇപ്പോൾ എനിക്ക് കൂടുതൽ സൗകര്യമായി. അപ്പോൾ റോബോട്ടിക് സെൻസേഴ്സ് നമ്മൾ കുറച്ച് മുമ്പ് പരിചയപ്പെടുത്തിയിരുന്ന ചെറിയ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഞാനിവിടെ ആഡ് ചെയ്യാം. നിങ്ങളെ കണ്ടു നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം.